10 വർഷത്തെ ഭരണം കേരളം കണ്ട ഏറ്റവും 0 മാർക്ക് കൊടുക്കേണ്ട ഭരണമായിരുന്നു ഈ 10 കൊല്ലം നടന്നത്. Wake up to reality. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയണം, നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലേക്കും വേണ്ട 68 ലക്ഷം പാഠപുസ്തകങ്ങൾ പ്രിന്റിംഗ് പൂർത്തിയായി പ്രിന്റിംഗ് പബ്ലിഷിംഗ് ഹൌസ് അതാത് വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. ഈ 13-ാം തീയതി, ഏത് 13-ാം തീയതി? മാർച്ച് മാസം 13-ാം തീയതി സ്കൂൾ പൂട്ടുന്നതിന് മുമ്പ് 68 ലക്ഷം വിദ്യാർത്ഥികളും ഈ ഫെബ്രുവരി 13-ന്, മാർച്ചില്ല, ഫെബ്രുവരി 13-ന്, അതായത് ഈ കൊല്ലത്തെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ അടുത്ത കൊല്ലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറാണ്. മുഴുവൻ പാഠപുസ്തകങ്ങളും അച്ചടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സർക്കാരാണോ വേണ്ട എന്ന് പറയുന്നത്? പകരം ഏത് സർക്കാരാ വരണമെന്ന് പറയുന്നത്? ഓണം നേരത്തെ വന്നതുകൊണ്ട് പാഠപുസ്തകം അച്ചടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പരിഭവം പറയുന്ന, ക്ഷമാപണം പറയുന്ന ഒരു സർക്കാരിനെയാണോ ഈ ഭരണം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്? 45,000-ഓളം ക്ലാസ് മുറികൾ ഹൈടെക്കും സ്മാർട്ടുമായിട്ടുണ്ട്. കേരളത്തിലെ ഡ്രോപ്പ് ഔട്ടുകളുടെ എണ്ണം കുറഞ്ഞു. ദേശീയ ശരാശരി അനുസരിച്ച് ഏറ്റവും കൂടുതൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുകയും ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറയുകയും ചെയ്ത സംസ്ഥാനമായിട്ട് കേരളം മാറി. കൊച്ചിയിലെ ക്യാൻസർ സെന്റർ ഉദ്ഘാടനം ചെയ്തത് 370 രോഗികൾക്കാണ് ആ ക്യാൻസർ സെന്ററിൽ ഇനി ചികിത്സിക്കാൻ കഴിയുക. 12ഓളം ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അവിടെ തുറക്കാൻ പോകുന്നത്. കല്ലിട്ടു പോയതേ ഉള്ളൂ. ഇന്ന് ഈ കാണുന്ന രീതിയിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ക്യാൻസർ സെന്ററുകൾക്ക് തുല്യമായ രീതിയിൽ ഒരു മികച്ച ക്യാൻസർ ഗവേഷണ കേന്ദ്രം ഇന്ന് തുറന്നിരിക്കുകയാണ്. ഈ സർക്കാരാണോ വേണ്ട എന്ന് പറയുന്നത്? നോക്കൂ, 28 ലക്ഷം പേരിൽ നിന്ന് 42 ലക്ഷത്തിലധികം ആളുകൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കിയ സർക്കാർ ഭരണം വേണ്ടേ? സച്ചിദാനന്ദൻ മാഷെ, ഏത് ഭരണത്തെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആശുപത്രിയിൽ പോയാൽ ചികിത്സയില്ലാത്ത, സ്കാനിംഗ് മെഷീനുകൾ തുടർച്ചയായിട്ട് പണിമുടക്കിയിരുന്ന, ഓപ്പറേഷൻ തിയേറ്ററുകൾ അടച്ചിട്ടിരുന്ന, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ലോബിയായിട്ട് വളർന്നിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകണമെന്നാണോ പറയുന്നത്? ജനറൽ ആശുപത്രികളിൽ സർജറികൾ, ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്ന കാലം, 12 ആശുപത്രികളിൽ ഇന്ന് കാത്ത് ലാബ് വന്ന സംവിധാനം. നോക്കൂ, ഒരു സാധാരണക്കാരന്റെ ചികിത്സാ ചെലവ് ഗ്രാമീണ മേഖലയിൽ അത് 17,000 രൂപയായിരുന്നത് 17,054 രൂപയായിരുന്ന UDF കാലത്ത് നിന്നും 10,729 രൂപയായി ഗ്രാമീണ മേഖലയിൽ ചികിത്സാ ചെലവ് കുറഞ്ഞു. ഈ സർക്കാരാണോ വേണ്ട എന്ന് വെക്കുന്നത്? വീട്, അവർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം. വീടിന്റെ കാര്യം നോക്കൂ, ഒരു ദിവസം 182 പേർക്കാണ് സൗജന്യമായി ഈ കേരളത്തിൽ വീട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 182 പേർക്ക് കിടപ്പാടം നൽകുന്ന സർക്കാരിന്റെ ഭരണമാണോ, തുടർ ഭരണമാണോ ആപത്താണ് എന്ന് കവി സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? മൊത്തം 87 പേർക്ക് ഒരു ദിവസം എന്ന മട്ടിൽ തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന, 3 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെയാണോ വേണ്ട എന്ന് സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? ഒരു ദിവസം 119 പേർക്ക് പട്ടയം നൽകിക്കൊണ്ടിരിക്കുന്ന, എന്ന കണക്കിൽ പട്ടയം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന് തുടർഭരണമാണോ ആപത്താണ് എന്ന് സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? എങ്ങനെ നിങ്ങൾ തുലാസിൽ തൂക്കി നോക്കിയാലും, നോക്കൂ, ഒരു സർക്കാരിനെ വിലയിരുത്താൻ നിങ്ങൾ ഭരണത്തിന്റെ മികവ്, വികസന പദ്ധതി, ഏകദേശം 90,000 കോടിയുടെ കിഫ്ബി വികസന പദ്ധതികൾ, വ്യവസായ സൗഹൃദ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സർക്കാർ, ഈ സർക്കാരിന്റെ തുടർഭരണമാണോ ആപത്താണ് എന്ന് സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്?